ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്. നമ്മളിന്ന് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ട്രേഡ് എടുക്കുന്നുണ്ട്. സാധാരണ എടുക്കുന്ന പോലെ തന്നെയാണ് ട്രേഡ് എടുത്തത്. ഒരു 1:3 എന്നുള്ള റിസ്ക് റിവാർഡ് റേഷ്യോ ഞാനിപ്പം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 100 പോയിൻറ്റ്സിൻ്റെ ടാർഗറ്റും ഒരു 38 പോയിൻറ്റ്സിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസും, 38 എന്ന് പറയുമ്പോൾ 40 പോയിൻറ്റ്സ്, 78 പോയിൻറ്റ്സിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസും കൂടെയാണ് നമ്മളിന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇന്നല്ല, നമ്മൾ സാധാരണ അങ്ങനെ എടുക്കാറില്ല. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ആ ഒരു ഗ്രീൻ ഇത് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. അത് CPRൻ്റെ ലെവൽ വെച്ചിട്ട് ഒരു R2 റെസിസ്റ്റൻസ് ആണ്. ഇവിടെ എല്ലാവരും ഷോർട്ട് ചെയ്യും എന്നാണ്. അതൊരു റെസിസ്റ്റൻസ് എടുത്തു, അവിടെ ഒരു റെഡ് ക്യാൻഡിൽ ഫോം ചെയ്തു. ആ റെഡ് ക്യാൻഡിൽ ഫോം ചെയ്ത് ഉടനെ തന്നെ നമ്മളുടെ ട്രേഡിൽ എൻ്റർ ചെയ്യുമായിരുന്നു. പക്ഷേ ട്രേഡ് എടുത്ത ഉടനെ തന്നെ നമ്മളുടെ അഗനിസ്റ്റാണ് പോണത്. ഒരു 38 പോയിൻറ്റ്സ് എന്ന് പറയുമ്പം ഒരു 210 ക്വാണ്ടിറ്റിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒരു 8,000 സംതിങ്ങിൻ്റെ ഒരു ലോസ് വരും. ടാർഗറ്റ് ആണെങ്കിൽ ഒരു 10 ഒരു അറൗണ്ട് ഒരു 10+ ഒരു പ്രോഫിറ്റ് ആയിരിക്കും നമ്മൾ ബുക്ക് ചെയ്യുന്നത്. ഒരു 1:3 എന്നുള്ള റിസ്ക് റിവാർഡ് റേഷ്യോ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നെറ്റിൻ്റെ കുറച്ച് ഇഷ്യൂ ഉണ്ട്. നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സാധാരണ നമ്മൾ വയ്ക്കുന്ന സെയിം ടാർഗറ്റും ഒരു അത്യാവശ്യം ലോസ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു 8,000-ൻ്റെ ആണ് നമ്മൾ ലോസ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നെറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഇത് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്നത് കേട്ടോ. അപ്പം ഇപ്പോഴും ഒരു 4,000 5,000 സംതിങ്ങിൻ്റെ ഒരു ലോസാണ് ഇപ്പോൾ റൺ ചെയ്യുന്നത്. നമ്മളുടെ സ്റ്റോപ്പ് ലോസും കൊടുത്തിട്ടുണ്ട്. 38 പോയിൻറ്റ്സ്, ഒരു 211 212 ഒരു 211 ഇത് സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ടുണ്ട്. ട്രിഗർ പ്രൈസ് വന്നിട്ട് ഒരു 212 കൊടുത്തിട്ടുണ്ട്. ഏകദേശം നമുക്ക് ഫേവറായിട്ട് മാർക്കറ്റ് വരുന്നുണ്ട്. ഒരു പ്രോഫിറ്റിലോട്ട് കയറാറായിട്ടുണ്ട്. ഓക്കെ, നമ്മൾ അത്യാവശ്യം പ്രോഫിറ്റിലോട്ട് കയറിയിട്ടുണ്ട്. നമുക്കൊരു 300-ൽ എക്സിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് ആയിട്ടുണ്ട്. കയറി വാട മക്കളെ, മാർക്കറ്റ് പൊളിയല്ലേ. ഓക്കെ, നമ്മൾ 3,000-ൽ എക്സിറ്റ് ചെയ്തില്ല. നമ്മൾ 3,000-ൽ എക്സിറ്റ് 300-ൽ എക്സിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കും. 300 ആയിട്ടുണ്ട്. ഓക്കെ, എക്സിറ്റ് ആയില്ല. നമുക്ക് 300-ൽ 315 ആയി. നമുക്ക് ഇവിടുന്ന് എക്സിറ്റ് ചെയ്തേക്കാം. റിജക്റ്റോ എന്താണ്? ഓക്കെ. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൊടുത്തിട്ടിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഡയറക്റ്റ് നമ്മൾ എക്സിറ്റ് ആവില്ല. നമ്മൾ സ്റ്റോപ്പ് ലോസിനെ പോയി എഡിറ്റ് ചെയ്തിട്ട് അതിനെ നമുക്ക് മാർക്കറ്റ് പ്ലേസിൽ ഇത് ചെയ്യണം. ഓക്കെ, അത് ഞാൻ മറന്നുപോയി. സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് മാർക്കറ്റ് പ്ലേസ് എക്സിറ്റ് ചെയ്യാം. ഒരു 345. വെരി ഗുഡ്. നമ്മൾ പ്രതീക്ഷിച്ചേക്കാട്ടിലും പ്രോഫിറ്റ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഏതായാലും കൊള്ളാം, കുഴപ്പമില്ല. ട്രേഡിൻ്റെ ലോജിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു, എന്നാലും ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഏകദേശം ഒരു 20+ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഈ റിജക്ഷൻ കണ്ടല്ല, നിങ്ങൾ ലൈവിൽ കണ്ടാണ് ഈ റിജക്ഷൻ. അതാണ് ആ റിജക്റ്റഡ് ഓർഡർ. അല്ലെങ്കിൽ നമുക്ക് വെൽ ആൻഡ് ഗുഡ്, നല്ലൊരു ട്രേഡായിരുന്നു നമുക്കിന്ന്. നമ്മൾ 20,000-ൻ്റെ പ്രോഫിറ്റാണ് നമ്മളിന്ന് ബുക്ക് ചെയ്തത്. 345-ൻ്റെ ടാർഗറ്റും നമ്മളിന്ന് എടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ഒരു ട്രേഡ് എടുക്കുന്നുള്ളൂ. സാധാരണ ഞാൻ ഒരു ട്രേഡ് എടുക്കാറില്ല. ലോസായാൽ മാത്രം ഒരു ട്രേഡും കൂടെയൊക്കെ എടുത്ത് നോക്കാറുണ്ട്. ലോജിക്ക് വളരെ സിമ്പിൾ ലോജിക്കാണ്. ഇവിടെ മാർക്കറ്റ് ഫോം ചെയ്തു. അവിടെ ഒരു R2 റെസിസ്റ്റൻസ് ലെവൽ ഉണ്ടായിരുന്നു CPR വെച്ചിട്ട്. അവിടെ R2 റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്ത് അവിടെ ഒരു റെഡ് ക്യാൻഡിൽ ഫോം ചെയ്തപ്പോഴത്തേക്കും നമ്മൾ വിചാരിച്ച് എല്ലാവരും അവിടെ ഒരു ഷോർട്ടിങ് ഓപ്പർച്യൂണിറ്റി എടുക്കും. അപ്പോൾ നമ്മൾ അതിനെ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി എടുത്ത് അവിടെ ഒരു റിസ്ക് റിവാർഡ് 1:3 എന്നുള്ള റിസ്ക് റിവാർഡും വെച്ചു. വളരെ ഒരു 100 പോയിൻറ്റ്സിൻ്റെ ടാർഗറ്റും വെച്ചു. ഒരു 38 പോയിൻറ്റ്സിൻ്റെ സ്റ്റോപ്പ് ലോസും വെച്ചു. ഇതായിരുന്നു നമ്മളുടെ ഇന്നത്തെ ട്രേഡ്. വളരെ വെൽ ആൻഡ് ഗുഡായിട്ട് പോയിട്ടുണ്ട്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തേക്കണം. താങ്ക് യു. നാളത്തെ പുതിയ ട്രേഡായിട്ട് കാണാം.